ഹലോ എവ്രി വൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കമ്പനി സെക്രട്ടറി കോഴ്സ് സെലക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ അറിഞ്ഞിരിക്കേണ്ട ഈ സി എസിൻ്റെ എൻറ്റയർ ജേർണിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ കോൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ സി എസ് എന്ന് പറഞ്ഞാൽ എന്ത് വർക്ക്സ് ഒക്കെയാണ് ചെയ്യുന്നത്, അതേപോലെ തന്നെ സി എസിൽ നമുക്ക് ഉള്ള കോഴ്സസിലെ 3 ടൈപ്പ് ഏതൊക്കെയാണ്. നമ്മൾ ആൾറെഡി നമ്മൾ സി എസ് ടിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നൊരു വീഡിയോസ് നമ്മൾ ഫസ്റ്റ് പാർട്ട് ഇൻഡെപ്ത് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ നമ്മൾ എന്തായാലും ഈ സബ്ജക്റ്റും അതിൻ്റെ ഡിഫിക്കൽട്ടി ലെവലും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ എന്താണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നു. ടൈം വേസ്റ്റ് ചെയ്യാതെ വിൽ സ്റ്റാർട്ട് ദ വീഡിയോ. ആദ്യമേ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് ഈ കമ്പനി സെക്രട്ടറി കരിയറിൻ്റെ ആക്ച്വലി വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഗൂഗിൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബേസിക് ആയിട്ട് കിട്ടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലേ. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഗൂഗിൾ ചെയ്യുമ്പോൾ കിട്ടുന്ന അതേ കാര്യമാണ്. അപ്പോൾ ഇവിടെ ഒരു കോട്ട് ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൻ്റെ ഒരു അർത്ഥം ഒന്ന് നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടി. അപ്പോൾ കമ്പനി സെക്രട്ടറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനിയുടെ ഒരു സീനിയർ മോസ്റ്റ് പൊസിഷനാണ്. ശരിക്കും ഈ സി എസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എൻറ്റയർലി പറയും ലോ പേപ്പറാണ്, ശരിയാണ്. ലോ എന്ന് പറയുമ്പോൾ നമ്മളൊരു അഡ്വക്കേറ്റ് എന്ന രീതി നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. നമുക്ക് കമ്പനിയുടെ കോർപ്പറേറ്റ് ലോ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ എന്താണ് കമ്പനി സെക്രട്ടറീസ് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് കോർപ്പറേറ്റ് ഗവർണൻസ് ആണ്. അതായത് ഗവർണൻസ് എന്ന് പറയുമ്പോൾ ഒരു കമ്പനിയുടെ എൻറ്റയർ സ്ട്രക്ചർ രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഓക്കെ, ദാറ്റ് എൻഷൂർസ് കമ്പനി കംപ്ലൈസ് വിത്ത് ലീഗൽ ആൻഡ് ഫൈനാൻഷ്യൽ റിക്വയർമെൻറ്റ്സ് ആൻഡ് മെയിൻറ്റെയിൻസ് ദ കോർപ്പറേറ്റ് ഗവർണൻസ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കോൺസെപ്റ്റാണ് സി എസിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. അതായത് ഗവർണൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ കമ്പനീസും ഒരു രീതിയുണ്ട്. ഇപ്പോൾ നമ്മുടെ ജീവിക്കുന്ന നമുക്കൊരു രീതിയുണ്ട് അല്ലേ. അപ്പോൾ ആ രീതി ശരിക്കും പറഞ്ഞാൽ കമ്പനി ഫോളോ ചെയ്യുന്നുണ്ടോ. ഇപ്പോൾ നമ്മൾ പറയാം, നമുക്ക് നോക്കാം, നമുക്കിപ്പോൾ ഇൻഫോസിസ്, അതേപോലെ ടാറ്റ, ഇതൊക്കെ നല്ല രീതിയിലുള്ള രീതി ഫോളോ ചെയ്ത് നമുക്കറിയാം. എംപ്ലോയീസ് നല്ല സാലറി കൊടുക്കുന്നു, ഒരു പ്രശ്നമൊന്നും ചെയ്യുന്നില്ല. പക്ഷെ നമ്മൾ ഈ പറയുമ്പോൾ അദാനി കമ്പനിയെ കുറിച്ച് പറയുമ്പോൾ ഭയങ്കര ഉടായിപ്പാണല്ലോ. മീൻസ് നമ്മളൊരു പറയുമ്പോൾ ഒരു രീതിയുണ്ട് അല്ലേ. അപ്പം ശരിക്കും അങ്ങനെ ആകണമെന്നില്ല. പക്ഷെ നമ്മുടെ മനസ്സിലൊരു സംഭവമുണ്ട്, ഒരു കമ്പനി എന്താണ് നല്ല കമ്പനിയാണ്, ശമ്പളം വലിയ കാര്യമായിട്ടില്ല, പക്ഷേ ശരിക്കും നല്ല എന്താണ് ഒരു അഭിമാനമുള്ളൊരു കമ്പനിയാണ്. അപ്പോൾ ഇന്ത്യയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കോർപ്പറേറ്റ് ഗവർണൻസ് സ്ട്രക്ചേഴ്സ് ഒക്കെ ഒന്ന് ഡെവലപ്പ് ചെയ്ത് വരുന്നതേ ഉള്ളൂ. അപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രൊഫഷനാണ് കമ്പനി സെക്രട്ടറി എന്ന് പറയുന്നത്. പിന്നെ ഇത് അൾട്ടിമേറ്റ്ലി എന്ന് പറയുമ്പോൾ ലോ തന്നെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഡിഫറൻസ് ഫീൽഡ് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ സി എസ് പ്ലസ് നമ്മൾ ഒരു LLB ഒക്കെ ചെയ്യുകയാണെങ്കിൽ ലോ ഫീൽഡിൽ നമുക്ക് അത്യാവശ്യം നല്ലൊരു റിസർച്ച് ചെയ്യാൻ പറ്റും. കാരണം അത്രയും എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരുടെ എണ്ണം വളരെ ഇന്ത്യയിൽ കുറവാണ്. കാരണം നമുക്കറിയാം നിയമം എന്ന് പറയുന്നത് ഇൻ്റർപ്രിട്ടേഷൻ എന്നൊരു കോൺസെപ്റ്റാണ്. ഓക്കെ, അതേപോലെ തന്നെ ഇങ്ങനെ എംപ്ലോയ്മെൻറ്റ് മാത്രം നോക്കുകയാണെങ്കിൽ ഒരു കമ്പനിയുടെ KMP എന്നൊരു പൊസിഷനുണ്ട്. പലരും പറയും ഇതൊരു KMP ചുമ്മാ ഒരു പൊസിഷൻ മാത്രം, അത് കിട്ടത്തൊന്നുമില്ല എന്ന്. പക്ഷെ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മളൊരു ഒരു കോഴ്സ് പഠിക്കുന്ന സമയത്ത് നമുക്ക് ചുമ്മാ എന്തെങ്കിലും പഠിക്കുകയും ചെയ്യാം, നമുക്കതിന് ആഴത്തിൽ പഠിക്കുകയും ചെയ്യാം. അപ്പോൾ 30,000 സി എസ് വർക്ക് ചെയ്യുന്നവനുണ്ട്, 3 ലക്ഷം രൂപ CS വർക്ക് ചെയ്യുന്നവനുണ്ട്. അപ്പോൾ ഇറ്റ് ഈസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പേഴ്സൺ, നോട്ട് ബേസ്ഡ് ഓൺ ദ സ്റ്റഡീസ്. ഇറ്റ്സ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ക്വാളിറ്റി ഓഫ് എ പേഴ്സൺ. ഓക്കെ, ഓർത്ത് വെക്കുക, എല്ലാ രീതിയിലുള്ള നോളേജ്, സ്കിൽസ്, കാര്യങ്ങൾ ഇതൊക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത് പോലെ ഇരിക്കും. അത് നമുക്ക് CEO ആകാൻ പറ്റും, CEO ആകാനും പറ്റും, മാനേജിംഗ് ഡയറക്ടർ ആകാനും പറ്റും. KMP എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കമ്പനിയിലെ ടോപ്പ് മോസ്റ്റ് പൊസിഷൻസ് ആയ CEOയുടെയും മാനേജിംഗ് ഡയറക്ടറിൻ്റെയും CFOയുടെയും കൂടെ ഒരു CSും കൂടെ വേണം ലീഗൽ കാര്യങ്ങളെല്ലാം നോക്കാൻ വേണ്ടി എന്ന് പറഞ്ഞ KMP സംഭവമുണ്ട്. പക്ഷേ ഇത് എല്ലാവർക്കും അപ്ലിക്കബിൾ അല്ല. KMP അപ്പോയിൻറ്റ് ചെയ്യേണ്ട കമ്പനികളുടെ ലിസ്റ്റ് ഒക്കെ കൃത്യമായി നമ്മൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. ഇപ്പോൾ ഞാൻ ഒരു എന്താ പറയുക ന്യൂമറിക്കൽ ആസ്പെക്റ്റിലേക്കൊന്നും പോകുന്നില്ല. അപ്പോൾ ആദ്യം നമ്മൾ നോക്കുന്നതാണ് എന്താണ് CS വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു കമ്പനിയിലാണ് ഇത്. ജസ്റ്റ് നമ്മൾ പറയുന്നത് എംപ്ലോയ്മെൻ്റ് ആണ്. പ്രാക്ടീസ് നമുക്ക് ഈ CA ചെയ്യുന്നത് അതേ വർക്ക് നമുക്ക് മെയിനായിട്ട് കുറേ വർക്കുകളുണ്ട്. കമ്പനി ഇൻകോർപ്പറേഷൻ, അതിൻ്റെ ഇൻസിഡൻറ്റൽ മാറ്റേഴ്സ് എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. വാട്ട് ഈസ് മൈ വർക്ക് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ബോർഡ് മീറ്റിങ്ങിൽ അസിസ്റ്റ് ചെയ്യാവുന്നതാണ്. കാരണം കമ്പനിയുടെ ടോപ്പ് മോസ്റ്റ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ്. അപ്പോൾ ഇവരുടെ മീറ്റിംഗ്സ്, കാര്യങ്ങൾ എന്ന് വെച്ചാൽ അവിടെ ചായ സപ്ലൈ ചെയ്യുക അങ്ങനെയൊന്നുമല്ല, ആ മീറ്റിംഗ്സ് കണ്ടക്ട് ചെയ്യുക. കാരണം അംബാനി പോലത്തെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ അംബാനി അവരൊക്കെ ഡയറക്ടേഴ്സ് പൊസിഷനുള്ളവരാണ്. അപ്പോൾ അവരുടെ ഒരു മീറ്റിങ്ങിനെ കോർഡിനേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ചെറിയൊരു കാര്യമൊന്നുമില്ല. അപ്പോൾ അങ്ങനത്തെ വലിയ കാര്യങ്ങൾ ചെയ്യുക. കമ്പനി കംപ്ലയൻസസ് എന്ന് പറഞ്ഞാൽ ഒബേ ചെയ്യുക. കാരണം ഒരു കമ്പനി വളരുന്നതനുസരിച്ച് എന്താണ് കമ്പനി കൃത്യമായിട്ട് നിയമങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അതേപോലെ തന്നെ എന്താണ് കമ്മ്യൂണിക്കേഷൻ ചാനലാണ്. കമ്പനിയും ഔട്ട്സൈഡേഴ്സ്, ക്രെഡിറ്റേഴ്സ് ആയിക്കോട്ടെ, ഷെയർ ഹോൾഡേഴ്സ് ആയിട്ട് ഒരു ചാനലാണ് നമ്മൾ CS എന്ന് പറയുന്നത്. കമ്പനിയുടെ എല്ലാ കാര്യങ്ങളും ഒഫീഷ്യലി CSലൂടെയാണ് പോകുന്നത്. ഇപ്പോൾ മീറ്റിങ്ങിലൊക്കെ നിങ്ങൾക്ക് ചെയർമാനോട് സംസാരിക്കണമെങ്കിൽ ആദ്യമേ കമ്പനി സെക്രട്ടറിയോട് പറഞ്ഞതിന് ശേഷമാണ് സംസാരിക്കുന്നത്. നെക്സ്റ്റ് റെഗുലേറ്ററി ചേഞ്ചസ് ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ കമ്പനി റെഗുലേറ്ററി ചേഞ്ചസ് എന്ന് പറയുമ്പോൾ നിയമങ്ങൾ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ കമ്പനി ആ നിയമം ഫോളോ ചെയ്യുന്നുണ്ടോ, അഡോപ്റ്റ് ചെയ്യണമെന്ന് നോക്കാൻ വേണ്ടി CSനുണ്ട്. അഡ്മിനിസ്ട്രേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻറ്റയർലി എന്താണ് ബുക്സ്, കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി, രജിസ്റ്റേഴ്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി, മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടി, നോട്ടീസ് അയക്കാൻ വേണ്ടി. അപ്പം അങ്ങനത്തെ കുറച്ച് എന്താണ് റെസ്പോൺസിബിലിറ്റി CSനുണ്ട്. പിന്നെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് ലീഗൽ അഡ്വൈസ് കൊടുക്കുക എന്നൊരു സംഭവം കൂടെ എന്താണ് CS. കാരണം ലോ ആണ് അൾട്ടിമേറ്റ്ലി പഠിക്കുന്നത്. അപ്പോൾ ലീഗൽ അഡ്വൈസ് കൊടുക്കുന്നൊരു സംഭവം എന്താണ്
CS ചെയ്യുന്നുണ്ട്. ഇതല്ലാതെ ഇത് മാത്രമല്ല ചെയ്യാം, നമുക്ക് എന്തും ചെയ്യാം കേട്ടോ. നമുക്ക് CS പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനിയും ആ ടീച്ചിങ്ങിന് പോകാം, നിങ്ങൾക്കിനി വെറുതെ ഇരിക്കാം. ബട്ട് ഐ ആം സെയിങ് ഈ ഒരു CS പഠിച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നമുക്ക് ലോയിൽ എന്താണ് കുറച്ചുകൂടി വാസ്റ്റ് ആണ് സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ ആ സബ്ജക്റ്റ് നമുക്കൊന്ന് മനസ്സിലാവും. നമുക്കൊന്ന് നോക്കാം. ലെവൽ ടു ബിക്കം CS. അപ്പോൾ CS ആകാമെന്നുള്ള ലെവൽസ് എന്തൊക്കെയാണ്? 3 ലെവൽസ് ആണ്. പക്ഷേ 3 ലെവൽസ് അല്ല, കുറച്ച് ലെവൽസ് കൂടുതലുണ്ട്. മീൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ CA CMA ചെയ്യുന്ന പോലെ തന്നെ ഞാൻ എല്ലാ ലെവൽസിനും എന്താണ് ഒന്ന് കൃത്യമായിട്ട് കോഡിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ലെവൽസിലൂടെ എല്ലാം കടന്നു പോകുമ്പോൾ എന്താണ് നമുക്ക് കൃത്യമായിട്ട് തന്നെ മനസ്സിലാകും എന്താണ് സംഭവം എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, നമുക്ക് നോക്കാം. അപ്പോൾ 3 ലെവലുള്ളത്, എക്സാം 3 ലെവലുള്ളത്. ഒന്ന് CS EET എന്ന് പറയും. ഇതിനെക്കുറിച്ച് ആരുടെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. CS എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന സെക്കൻഡ് ലെവലുണ്ട്. CS ഇത് പേര് മാത്രമേ വ്യത്യാസമുള്ളൂ. നമ്മൾ CA CMA പറയുന്ന പോലെ ഫൗണ്ടേഷൻ, ഇന്റർ, ഫൈനൽ അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നോക്കാം. CSD നമ്മൾ പറഞ്ഞ പോലെ തന്നെ 4 പേപ്പേഴ്സ് ഉണ്ട്. ഓക്കെ, 4 പേപ്പേഴ്സ് നമുക്കുണ്ട്. MCQ ആണ്. 4 വർഷം, വർഷത്തിൽ 4 വർഷം നടത്തുന്നു. ജനുവരി ഉണ്ട്, മെയ് ഉണ്ട്, ജൂലൈ ഉണ്ട്, നവംബർ ഉണ്ട്. റിമോട്ട് പ്രോക്ടോഡ് മോഡാണ്. നമ്മൾ വീട്ടിൽ ഇരുന്ന് ചെയ്താൽ മതി. സിമ്പിൾ എക്സാമിനേഷൻ ആണ്. നെഗറ്റീവ് മാർക്സ് ഒന്നുമില്ല. 2000 രൂപയാണ് ഫീസ്. 2000-2500 വരും. നെക്സ്റ്റ് 2 വീക്കിനുള്ളിൽ റിസൾട്ട് ഡിക്ലെയർ ചെയ്യും. എക്സാം ഡിഫിക്കൽട്ടി മോഡറേറ്റ് ആണ്. ഒരു എന്താ പറയുക, ഒരു 70% പാസിംഗ് ഉണ്ട്. ഇവിടെ പാസിംഗ് ക്രൈറ്റീരിയ നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാവുന്നൊരു സംഭവമാണ്. എന്താ പാസിംഗ് ക്രൈറ്റീരിയ എന്ന് പറയുമ്പോൾ ഒരു പേപ്പറിൽ 40%, അഗ്രിഗേറ്റ് 50% മേടിക്കണം അല്ലേ. ഇപ്പോൾ നമ്മുടെ CSTയിൽ ഒരു പേപ്പർ 50 മാർക്കിനാണ്. നമ്മൾ അതിനെക്കുറിച്ച് ഇവിടെ കൃത്യമായിട്ട് പറയാത്തത്, അവിടെക്കുറിച്ച് വീഡിയോ ചെയ്തതാണ്. കൃത്യമായിട്ട് നോക്കുമ്പോൾ ചാനലിൽ ആ ഒരു വീഡിയോ കിടപ്പുണ്ട്. ഇപ്പോൾ 50 മാർക്കാണെങ്കിൽ അതിന് 40% എന്ന് പറയുമ്പോൾ എത്ര മാർക്കാണ്? 20 മാർക്ക് നിങ്ങൾ മേടിക്കണം. അങ്ങനത്തെ 4 പേപ്പറുണ്ട്. അപ്പോൾ നമുക്ക് എത്ര മാർക്ക് കിട്ടുന്നത്? 80 മാർക്കാണ്. പക്ഷേ 200ൻ്റെ /2 എന്ന് പറയുമ്പോൾ എത്രയാണ്? 100 മാർക്സ് ആണ്. അത് നമുക്ക് കൃത്യമായിട്ട് കിട്ടണം. ഓക്കെ, അപ്പം മിനിമം 4 ഓരോ പേപ്പറിലും മിനിമം 20 കിട്ടണം. അഗ്രിഗേറ്റ് 100 കിട്ടണം. അതെന്നെങ്കിൽ സാറേ ഒരു 2 പേപ്പറിൽ നിങ്ങൾ 30 വെച്ച് മേടിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എത്രയായി? 100 ആയില്ലേ? ഇതാണ് ഇത് എൻറ്റയർലി എല്ലാ പ്രൊഫഷനും സെയിം ആണ്. ഇവിടെ നമ്മുടെ എല്ലാ ലെവലിനും സെയിം ആണ്. ഓക്കെ, ഓർത്ത് വെക്കുക. നെക്സ്റ്റ് ഇത് നമ്മൾ എക്സിക്യൂട്ടീവ് ലെവലാണ്. എക്സിക്യൂട്ടീവ് ലെവൽ ഓർത്തുക. CSET കഴിഞ്ഞിട്ടും എക്സിക്യൂട്ടീവിലേക്ക് വരാം. നിങ്ങളുടെ UG PG അതേപോലെ തന്നെ CAയുടെ ഫൈനൽ CMAയുടെ ഫൈനൽ കഴിഞ്ഞ ആൾക്കാർക്കും നേരിട്ട് എങ്ങോട്ടേക്ക് വരാം? എക്സിക്യൂട്ടീവിലേക്ക് വരാവുന്നതാണ്. ഇത് വേണ്ട, ഇതിലേക്ക് നമ്മൾ +2 കഴിഞ്ഞിട്ടാണ് വരുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഓർത്ത് വെക്കാം. അപ്പോൾ ഇവിടെ 7 പേപ്പേഴ്സ് ഉണ്ട്. ഗ്രൂപ്പ് 1 4 പേപ്പേഴ്സ് ഉണ്ട്. ഇനി നമുക്ക് ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് CS എക്സിക്യൂട്ടീവിനെ കുറിച്ച് ഡീറ്റെയിൽഡ് അറിയണമെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് നമുക്ക് വീഡിയോസ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ റിക്വസ്റ്റ് പ്രകാരം നമ്മൾ വീഡിയോ ചെയ്യും. അപ്പോൾ ഇവിടെ 7 പേപ്പേഴ്സ് ഉണ്ട്. അതിനകത്ത് ഗ്രൂപ്പ് 1 4 പേപ്പേഴ്സ് ഉണ്ട്. ഗ്രൂപ്പ് 2 3 പേപ്പേഴ്സ് ഉണ്ട്. ഓക്കെ, അങ്ങനെ 7 പേപ്പേഴ്സ് ആണ്. പഴയ സിലബസ് നമുക്ക് 2017 സിലബസ് ആണെങ്കിൽ 8 പേപ്പേഴ്സ് ഉണ്ടായിരുന്നു. ഇപ്പോൾ 4 3 ആയിട്ടാണ്. അതിൻ്റെ അകത്ത് ഡിസ്ക്രിപ്റ്റീവ് ഉണ്ട്, MCQ ഉണ്ട്. അതായത് മെജോറിറ്റി പേപ്പറിൽ 80-20 ആണ്. 80-20 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 20 MCQ വിത്ത് നെഗറ്റീവ് മാർക്കിംഗ്, 80 എന്ന് പറയുമ്പോൾ ഡിസ്ക്രിപ്റ്റീവ് ആണ്. ഒരു പേപ്പറിൽ മാത്രം. അതായത് ഈ കോർപ്പറേറ്റ് അക്കൗണ്ടിങ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ട് ഒരു കോൺസെപ്റ്റ് ഉണ്ട്, ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ്. അവിടെ നമുക്ക് ഫുൾ 100 മാർക്സും ഡിസ്ക്രിപ്റ്റീവ് ആണ്. ഓക്കെ, ഓർത്ത് വെക്കുക. പണ്ടിത് MCQ ആയിരുന്നു. നെക്സ്റ്റ് വർഷത്തിൽ 2 പ്രാവശ്യം ഉണ്ട്. വർഷത്തിൽ 2 പ്രാവശ്യം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ജൂൺ ഒരു സമയത്ത് വരും, പിന്നെ ഡിസംബർ സമയത്ത് വരും. സെൻറ്റർ ബേസ്ഡ് എക്സാമിനേഷനൊക്കെ. സെൻറ്റർ ബേസ്ഡ് എക്സാം എന്ന് പറയുമ്പോൾ നിങ്ങൾ സെൻറ്ററിൽ പോയി എഴുതണം. ഈ റിമോട്ട് പ്രോക്ടോഡ് മോഡ് CSD വീട്ടിൽ ഇരുന്ന് എഴുതാൻ പറ്റും. നമുക്ക് ഇതെന്താണ് സെൻറ്ററിൽ പോയിട്ട് നമുക്ക് ഓരോ സെൻറ്റേഴ്സിലുണ്ട്. നിങ്ങൾ എന്താണ് എല്ലാ ജില്ലയിലും പല പല സ്കൂളുകൾക്ക് സെൻറ്റേഴ്സ് ഉണ്ട്. അതും അതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കുന്നു വേണ്ട നമ്മൾ. ഓക്കെ, നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട് കേട്ടോ. നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട് 0.25 നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. തെറ്റിപ്പോയാൽ ശരിയായത് 0.25 പോകും. ഓക്കെ, ഫീസ് എന്ന് പറഞ്ഞാൽ നോക്കുക. 17,000 രൂപയാണ് സാധാരണ ഫീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ അത് 5,000 രൂപ എക്സ്ട്രാ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. കാരണം നമ്മൾ ഈ ഡയറക്റ്റ് എൻട്രിയിൽ CA കഴിഞ്ഞവരും അല്ലെങ്കിൽ UG PG അവർക്കൊക്കെ ഒരു 5,000 രൂപ എക്സ്ട്രാ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഒന്നിച്ച് എത്രയാണ്? 17,000 + 5,000 22,000 രൂപ നമ്മൾ എക്സിക്യൂട്ടീവ് ഫീസ് കൊടുക്കണം. പിന്നെ ഒരു 5 വർഷം കഴിയുമ്പോൾ ഒരു ഡിനോവോ ഫീസ് ഉണ്ട്. ഒരു വർഷത്തിൽ 5 വർഷത്തിൽ CS എക്സിക്യൂട്ടീവ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എക്സ്ട്രാ ഒരു ഫീസ് കൊടുക്കേണ്ടി വരും. നെക്സ്റ്റ് 2 മാസം ഡിക്ലറേഷൻ. ഇപ്പോൾ ഡിസംബർ ടേം ആണെങ്കിൽ ഫെബ്രുവരി 25-നാണ് നോർമൽ ഡേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇപ്പോൾ ജൂണിലാണെങ്കിൽ ഓഗസ്റ്റ് 25-ന്. ഇങ്ങനെ ഒരു ഡേറ്റിലാണ് നമ്മുടെ റിസൾട്ട് വരുന്നത്. ഓക്കെ, എക്സാം ഡിഫിക്കൽട്ടി ഞാൻ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. ഭയങ്കര ഡിഫിക്കൽട്ട് എന്ന് പറയുമ്പോൾ അത് എക്സാമിന് ഡിഫിക്കൽട്ടി ആയിരിക്കില്ല. നമ്മൾ ഈ എക്സാമിന് ഡിഫിക്കൽട്ടി പറയാൻ കാരണം പാസിംഗ് പെർസെൻറ്റേജ് ചില വർഷം 8%, 5% ഒക്കെ ഉള്ളൂ. അപ്പോൾ അത് നമ്മൾ എക്സാമിൻ്റെ വരുന്ന കാൻഡിഡേറ്റ്സിൻ്റെ ക്വാളിറ്റിയിൽ ബേസ് ചെയ്തിട്ടാണോ നമ്മൾ ഈ പറഞ്ഞ റിസൾട്ടിൽ പെർസെൻറ്റേജ് കുറയുന്നത്. അപ്പോൾ നമ്മളൊന്നും പഠിക്കാതെ CSCയുടെ അതേ ലെവൽ വെച്ചിട്ട് അല്ലെങ്കിൽ ഡിഗ്രിയുടെ അതേ ലെവൽ വെച്ചിട്ട് വരുമ്പോഴാണ് നമുക്ക് ടോട്ടൽ ഈ പാസിംഗ് പെർസെൻറ്റേജ് കുറയുന്നത്. അപ്പം ശരിക്കും ഈ ഒരു കാര്യം പഠിക്കാൻ വരുന്ന സമയത്ത് ആൾക്കാർ അയ്യോ ഇത്ര പാസിംഗ് പെർസെൻറ്റേജ് ഭയങ്കര കുറവാണ്, അങ്ങനെയൊന്നുമില്ല. പഠിച്ചു കഴിഞ്ഞാൽ ആരും പാസ്സാവുന്നൊരു സംഭവം തന്നെയുള്ളൂ. അതിൻ്റെ അകത്ത് വലിയ വ്യത്യാസമൊന്നും തന്നെ ഇല്ല. ഓക്കെ, പാസിംഗ് ക്രൈറ്റീരിയ സെയിം ആട്ടോ. 40%, 50% അഗ്രിഗേറ്റും. പിന്നെ ഇവിടെ ഒരു കോൺസെപ്റ്റ് നോക്കുന്നത് പ്രീ എക്സാം എന്നൊരു സംഭവമുണ്ട്. ഈ പ്രീ എക്സാമിനേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് പറഞ്ഞ ഗ്രൂപ്പ് 1 4 പേപ്പേഴ്സ് ഉണ്ട്. ആ ഗ്രൂപ്പ് 1 4 പേപ്പർ നിങ്ങൾ എക്സാമിനേഷൻ എഴുതിയേക്കാൾ മുമ്പ് നിങ്ങൾ ഒരു പ്രീ എക്സാമിനേഷൻ എഴുതണം. അതിൻ്റെ ഫീസും കാര്യങ്ങളെല്ലാം ആൾറെഡി 17,000 ഇൻക്ലൂഡഡ് ആണ്. അതൊരു ഓൺലൈൻ എക്സാമിനേഷൻ ആണ്.
നോക്കി എഴുതാമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ നമുക്ക് നോക്കി എഴുതാൻ പറ്റും. സിമ്പിളാണ്. ഓക്കെ, നമ്മൾ പറയത്തില്ല ഒരു മോഡൽ ടെസ്റ്റ് എന്ന് പറയുന്നത് അത് തന്നെയാണ്. ഓക്കെ, പക്ഷേ അത് എഴുതിയതിന് ശേഷമേ നമുക്ക് മെയിൻ എക്സാമിനേഷൻ എഴുതാൻ പറ്റത്തുള്ളൂ. ഓക്കെ, കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. ഓക്കെ, ഇനി ഇതിന് കുറേ എക്സാം രജിസ്ട്രേഷൻ ടൈം കാരണം അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട്. ഇത് ലാസ്റ്റ് ലെവൽ എന്ന് പറയുമ്പോൾ CS പ്രൊഫഷണലാണ്. ഓക്കെ, അപ്പോൾ CS പ്രൊഫഷണൽ നമുക്ക് സെയിം ആണ്, 4-3 ഇൻ്റർ പോലെ തന്നെയാണ്. 7 പേപ്പേഴ്സ് ഉണ്ട്, 4-3 അപ്പോൾ ഇതിൻ്റെ അകത്ത് 4-ൽ 1 എലക്റ്റീവാണ്, ഓപ്പൺ ബുക്ക്. 3-ലും 1 എലക്റ്റീവാണ്. എലക്റ്റീവ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ്, നമുക്ക് തന്നെ ചൂസ് ചെയ്യാവുന്നതാണ്. എലക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾ ഡിസ്ക്രിപ്റ്റീവ് ആണ്. ഇവിടെ MCQ ഒന്നും തന്നെ ഇല്ല. സെയിം ആസ് വർഷത്തിൽ 2 പ്രാവശ്യം സെയിം ടൈം തന്നെയാണ്. സെൻറ്റർ ബേസ്ഡ് ഡിസ്ക്രിപ്റ്റീവ് മാത്രമേ നെഗറ്റീവ് മാർക്സിംഗ് ഇല്ല. ഫീസ് എന്ന് പറയുമ്പോൾ 20,000 രൂപയാണ്. ഇവിടെ ഡയറക്റ്റ് എൻട്രി ഇല്ല, കാരണം എന്തായാലും എക്സിക്യൂട്ടീവ് ആകാതെ ആർക്കും ഫൈനലിലേക്ക് എൻട്രി ചെയ്യാൻ പറ്റില്ല. ഡയറക്റ്റ് എൻട്രി ഇല്ല. ഓക്കെ, റിസൾട്ട് ഡിക്ലറേഷൻ 2 മാസം തന്നെയാണ്. എക്സാം ഡിഫിക്കൽട്ടി ഞാൻ ഇവിടെ വെരി ഡിഫിക്കൽട്ടി ഇടാൻ കാരണം നമ്മുടെ പാസിംഗ് പെർസെൻറ്റേജ് ഇവിടെ 23 തൊട്ട് 30% വരെ വരും. അയ്യോ, അതന്നെ സാറേ, സാധാരണ ഓരോ ലെവൽ കൂടുമ്പോഴല്ലേ ഡിഫിക്കൽട്ടി വരുന്നത്. ഇത് അങ്ങനെ ബേസ് ചെയ്തിട്ട് പറയുന്നതല്ല. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സിക്യൂട്ടീവ് പാസ്സാകുമ്പോൾ വലിയൊരു കടന്ന് വന്ന ആൾക്ക് പ്രൊഫഷണലൊന്നും ഒന്നും അല്ലാതാകും. അതുകൊണ്ടാണ് അതിൻ്റെ ഡിഫിക്കൽട്ടി വളരെ കുറയുന്നത്. അല്ലാതെ നമുക്ക് ഭയങ്കര ഈസിയാണെന്നല്ല നമ്മൾ പറയുന്നത്. നമ്മൾ ആ ഒരു പാസിംഗ് പെർസെൻറ്റേജ് വെച്ചിട്ട് മാത്രമാണ് നമ്മൾ ഡിഫിക്കൽട്ടി ലെവൽ പറയാൻ നമുക്ക് പറ്റത്തുള്ളൂ. വളരെ കുറഞ്ഞ ആൾക്കാരെ പറയുകയാണെങ്കിൽ ഈ പ്രാവശ്യം ഭയങ്കര ഡിഫിക്കൽട്ടാണ് നമ്മൾ പറയും. എന്ന് വെച്ചാൽ പേപ്പർ ഡിഫിക്കൽട്ട് ആകണമെന്നില്ല. താല്പര്യമില്ലാതെ പല പ്രശ്നങ്ങൾ കാരണം എന്താണ് എക്സാമിലേക്ക് വരാൻ പറ്റാത്ത ആൾക്കാരുണ്ട്, ശരിക്കും എക്സാം എഴുതാൻ പറ്റാത്ത ആൾക്കാരുണ്ട്, വന്നിട്ട് എന്താണ് കുറച്ച് മാത്രം എഴുതി പോയവരുണ്ട്. അപ്പോൾ ഇവരൊക്കെ കാരണം എന്താണ് എക്സാം റിസൾട്ട് കുറയുകയാണ്. അപ്പോൾ അതെന്ന് വെച്ചാൽ ഡിഫിക്കൽട്ട് ആണോ എന്നല്ല, പക്ഷെ നമുക്ക് അത് മാത്രമേ ഉള്ളൂ ഡിഫിക്കൽട്ടി എന്ന് പറയാൻ വേണ്ടി. അതിനനുസരിച്ചാണ് പറഞ്ഞത്. പാസിംഗ് ക്രൈറ്റീരിയ സെയിം ആണ്, 40%, 50% അഗ്രിഗേറ്റ്, പിന്നെ ഒരു പ്രീ എക്സാമിനേഷൻ ഉണ്ട്, സെയിം ആണ്. അപ്പോൾ ഇത് 3 നമ്മുടെ എക്സാമിനേഷൻ്റെ ലെവൽ എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ആക്ച്വൽ ലെവൽ തന്നെ നമുക്ക് നോക്കാം. ട്രെയിനിങ് സ്ട്രക്ചർ ഇൻക്ലൂഡഡ്. ഫസ്റ്റ് CSET എന്ന് പറയുന്ന ഒരു സംഭവം നമ്മൾ ചെയ്യണം. അതിനുശേഷം 2020 ശേഷം രജിസ്റ്റർ ചെയ്ത എല്ലാവർക്കും ഒരു 1 day ഓറിയൻറ്റേഷൻ പ്രോഗ്രാം ഉണ്ട്. 1 day ഓറിയൻറ്റേഷൻ പ്രോഗ്രാം. ഇത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഫീസൊന്നും ഉണ്ടാകില്ല, നിങ്ങൾക്ക് നല്ല ഫുഡും കാര്യങ്ങളൊക്കെ. ഇതിൻ്റെ ഫീസ് ആൾറെഡി ഡിഡക്റ്റഡ് ആണ്. റെഗുലർ ബാച്ച്, അത് നിങ്ങൾ ഒരു ദിവസം പോകുന്ന ഒരു 4 മണിക്കൂർ ക്ലാസ്സേ മാക്സിമം ഉണ്ടാവുകയുള്ളൂ. ഒരു 12 മണിക്ക് തുടങ്ങും. ഇതൊരു കേരളത്തൊക്കെ ഒരു 12 മണിക്ക് തുടങ്ങും. അതിന് അങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾ ഓഡിയോ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യും, നിങ്ങൾ എക്സിക്യൂട്ടീവ് ചെയ്യണം. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ എന്തുണ്ട്, പ്രീ എക്സാമിനേഷൻ ഉണ്ട്. ഈ സ്റ്റെപ്പ് കണ്ട് ഭയപ്പെടേണ്ട, ഞാനിതിൻ്റെ എൻറ്റയർലി ഇൻഡെപ്ത് സ്റ്റെപ്പ് പറയുകയാണ്. ഓക്കെ, CS എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര പേപ്പർ എഴുതണം, 7 പേപ്പർ എഴുതണം. ഓക്കെ, നിങ്ങൾ CS എക്സിക്യൂട്ടീവ് കഴിഞ്ഞു. CS എക്സിക്യൂട്ടീവ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ട്രെയിനിങ്ങിലേക്ക് എൻ്റർ ചെയ്യാം, അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് CS പ്രൊഫഷണൽ എഴുതാം. അപ്പോൾ ഇത് 1ാമത്തെ സ്റ്റെപ്പ്, ഇത് 2ാമത്തെ സ്റ്റെപ്പ്, ഇത് 3ാമത്തെ സ്റ്റെപ്പ്. ഇവിടെ 1, 2, 3 ശേഷം നിങ്ങൾക്ക് 4 വേണമെങ്കിൽ ഇവിടെ ഇടാം. നിങ്ങൾക്ക് അത് വേണ്ട, ഇല്ല സാർ ഞാൻ ട്രെയിനിങ് തുടങ്ങുകയാണ്, കാരണം ഇനി ഇത്രയും നാൾ ഞാൻ പഠിച്ചതല്ലേ, അപ്പോൾ നിങ്ങൾക്ക് 4ാമത്തെ സ്റ്റെപ്പ് ഇവിടെ ഇടാം. നമുക്ക് ഇതാണ് ഒരു ഓർഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഒരു ഓർഡർ വെച്ച് നമുക്ക് പോകാം. നിങ്ങൾക്കൊരു 15 ദിവസത്തെ ഓൺലൈൻ EDP ഉണ്ട്. EDP എക്സിക്യൂട്ടീവ് EDP ആണ്, ഇലക്ട്രോണിക്കൽ എക്സിക്യൂട്ടീവ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം. ഓക്കെ, അതായത് ഓൺലൈനിൽ കുറച്ച് റെക്കോർഡഡ് ക്ലാസ്സസ് ഉണ്ട്. ഒരു 3 മണിക്കൂറൊക്കെ ആവറേജ് വരും, 2 to 3 മണിക്കൂർ ആവറേജ്. അത് നിങ്ങളൊന്ന് കാണുക. ഓക്കെ, അത് നമുക്ക് എന്താണ് ഓപ്പണാക്കിയിട്ട് നമുക്ക് വേറെ എന്തെങ്കിലും പണി ചെയ്യാം, പക്ഷെ അങ്ങനെ ഞാൻ പറയുന്നില്ല. അതുപോലെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, രീതി പറയുന്നതാണ്. അപ്പോൾ അത് കംപ്ലീറ്റ് ആയതിനു ശേഷം നിങ്ങൾക്ക് ഒരു സർട്ടിഫിക്കറ്റ് കിട്ടും. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് ഒരു EDP ഉണ്ട്, അത് റെഗുലറാണ്. ഇത് കൃത്യമായിട്ട് ഒരു ഫീസ് ഉണ്ടാവും. ഇതൊരു 4,000 തൊട്ട് 6,000 രൂപ വരെ റേഞ്ചിൽ വരും. നമ്മൾ എവിടെ പോകുന്ന ആ സ്ഥാപനം അനുസരിച്ചിരിക്കുവേ. നമ്മൾ കുറച്ച് നോർത്തിലൊക്കെ പോകുകയാണെങ്കിൽ, മുംബൈയിലൊക്കെ പോകുകയാണെങ്കിൽ 6,000 7,000 രൂപ, സൗത്തിലൊക്കെ പോകുകയാണെങ്കിൽ 4,500 ആ റേഞ്ചിലാവുകയുള്ളൂ. നമുക്ക് കാപ്പിയും കാര്യങ്ങളൊക്കെ കിട്ടും, പക്ഷേ നമുക്ക് ഫുഡ് നമ്മൾ നോക്കണം, അക്കോമഡേഷൻ നമ്മൾ നോക്കണം. ഓക്കെ, അത് നമുക്ക് ഓരോരോ ബാച്ച് അവർ അനൗൺസ് ചെയ്യും. ആ ബാച്ചിലേക്ക് നമ്മൾ പോവുക റെഗുലറായിട്ട്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും കംപ്ലീറ്റ് ചെയ്ത് നമുക്കൊരു സർട്ടിഫിക്കറ്റ് കിട്ടും. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു CS-ൻ്റെ അണ്ടറിൽ അല്ലെങ്കിൽ ICIC പറയുന്ന ആൾക്കാരുടെ അണ്ടറിൽ 21 മാസം, അത് കുറച്ച് വേരിയേഷൻസ് ഒക്കെ ആകും, എന്നാലും ഒരു 21 മാസം പ്രാക്ടിക്കലി ട്രെയിനിങ് ചെയ്യുക. ഓക്കെ, 21, അതായത് 2 വർഷം നമുക്ക് പറയാൻ പറ്റില്ല. 21 മാസം ട്രെയിനിങ് ചെയ്യുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു, അതിനുശേഷം നമ്മൾ 21 മാസം ട്രെയിനിങ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ CS പ്രൊഫഷണൽ എഴുതാൻ പോകുന്നു, 7 പേപ്പർ. ഈ CS പ്രൊഫഷണൽ എഴുതിയതിന് ശേഷം എന്താണ്, നമുക്കിത് 6ാമത്തെ സ്റ്റെപ്പാണ്. അതിനുശേഷം നമുക്കൊരു കോർപ്പറേറ്റ് ലീഡർഷിപ്പ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ഉണ്ട്. അത് വേരി ചെയ്യും, 30-60 ദിവസം. ചുമ്മാ നമ്മളുടെ CS-നെ കുറിച്ച് നമ്മൾ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല, അതിനെക്കുറിച്ച് പറയുന്ന ഒരു സംഭവമാണ്. ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കൊരു ഹോണറേറിയം സെറമണി ഉണ്ട്, ഒരു ഫെലിസിറ്റേഷൻ സെറമണി ഉണ്ടാകും. അവിടെ നിങ്ങൾ CS ആയിട്ട് പ്രഖ്യാപിക്കും. ഇത് നിങ്ങളുടെ പേര് CS എന്ന് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് പ്രാക്ടീസിന് അപ്ലൈ ചെയ്യണം. വേറെ എക്സാമിനേഷൻ ഒന്നുമില്ല, ഒരു പ്രാക്ടീസ് നമ്മൾ അപ്ലൈ ചെയ്ത CA പ്രാക്ടീസ് CMA പ്രാക്ടീസ് ചെയ്യുന്ന പോലെ തന്നെയാണ്. അപ്പോൾ ഇത്രയും ലെവലിലൂടെയാണ് നമ്മൾ എന്താകുന്നത്, CS ആകുന്നത്. കുറച്ച് സമയം എടുക്കും. സാർ ഇനി എത്ര സമയം എടുക്കുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ആവറേജ് നമുക്ക് പറയാൻ പറ്റുന്നൊരു ഇയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 വർഷം നിങ്ങൾക്ക് എന്താണ് സമയം നിങ്ങൾക്ക്
വേണ്ടി വരും. 3 വർഷം സമയം നിങ്ങൾക്ക് വേണം, ഇൻക്ലൂഡിങ് CSET എന്ന് പറയുന്നത്. അത് നമ്മൾ എത്രയും പെട്ടെന്ന് എഴുതുന്ന നമ്മൾ ഗ്രൂപ്പ് നമ്മളിപ്പോൾ ഒരെണ്ണം കുറച്ച് എഴുതുന്നെങ്കിൽ അതിനനുസരിച്ച് ഡിലേ ആകാം. അപ്പോൾ നമ്മൾ ഒരുമിച്ച് എഴുതുന്നെങ്കിൽ ഇപ്പോൾ നമ്മൾ ഈ ആർട്ടിക്കൽഷിപ്പ് ചെയ്തതിന് ശേഷമല്ല പ്രൊഫഷണൽ എഴുതുന്നത്. ഞാൻ ആർട്ടിക്കൽഷിപ്പ് ചെയ്തുകൊണ്ട സമയത്ത്, അതായത് നമുക്ക് ട്രെയിനിങ് തുടങ്ങിയ ഉടനെ നമുക്ക് പ്രൊഫഷണൽ എഴുതാൻ പറ്റും. അപ്പോൾ അവിടെ 21 മാസം നമ്മൾ ട്രെയിനിങ്ങും കഴിയും, നമ്മുടെ എന്താണ് CS പ്രൊഫഷണലും കഴിയും. പിന്നെ ഒരു 6 മാസം കൊണ്ട് നമ്മൾ എന്താണ് 2 ഗ്രൂപ്പ് ഇത് എക്സാം എഴുതുന്നു. കാരണം CSETക്ക് വരുമ്പോൾ 1 മാസം 2 മാസം വരികയുള്ളൂ. പിന്നെ 8 മാസം എഴുതി നമ്മൾ CS എക്സിക്യൂട്ടീവ് ക്ലിയർ ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് മാക്സിമം എന്താണ് 3 വർഷം. നിങ്ങൾ +2 കഴിഞ്ഞൊരു 18 വയസ്സാണെങ്കിൽ 21 വയസ്സ് നിങ്ങൾക്ക് ആകാൻ പറ്റും. മാക്സ് പോയിട്ടുണ്ടെങ്കിൽ 22 വയസ്സിൽ എന്താണ് നിങ്ങൾക്ക് CS ആകാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മളുടെ ഒരു അൾട്ടിമേറ്റ് ലെവൽ എന്ന് നമുക്ക് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ ക്ലാരിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. എന്തായാലും നമ്മൾ മലയാളത്തിൽ തന്നെ ഈ CS എക്സിക്യൂട്ടീവിൻ്റെ അതേപോലെ CSCയുടെയും റെക്കോർഡ് ക്ലാസ്സസ് നമ്മൾ കൊടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും സ്പെഷ്യൽ ടോപ്പിക്കിനെ കുറിച്ച് നിങ്ങൾക്ക് ഇനി ക്ലാസ്സസ് എടുത്ത് തരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേ യൂട്യൂബ് ചാനൽ നമ്മൾ ഹോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്